അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പാലത്തിന് ഭീഷണിയായി തൂണുകളിൽ ആലുകൾ വളരുന്നു. കണ്ടിട്ടും കാണാത്തതുപോലെ അധികൃതർ. അസ്ഥാനത്ത് ആൽ വളർന്നാൽ അതും തണലാകും എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കി അധികൃതർ. മൂവാറ്റുപുഴയിൽ തൊടുപുഴയാറിന് കുറുകെ നിർമ്മിച്ച ലതാ പാലത്തിന്റെ തൂണുകളിലാണ് അധികൃതർ ആൽമരങ്ങളെ വളരാൻ അനുവദിച്ചിരിക്കുന്നത്. പാലത്തിന്റെ എല്ലാ തൂണുകളിലും ആൽമരങ്ങൾ തഴച്ചു വളരുന്നതായാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ വളരുന്ന ആൽമരങ്ങളുടെ വേരുകൾ തൂണുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കി ഭാവിയിൽ പാലത്തിനെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. വളരെയധികം യാത്രക്കാർ കടന്നു പോകുന്ന പാലമാണ് ലതാ പാലം. ലതാ പാലത്തിൻ്റെ തൂണുകളിൽ വളരെ ശക്തമായ രീതിയിൽ ആലുകൾ വളരുന്ന ഒരു സംഭവം വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട ഒരു സമയമാണിപ്പോൾ. നമുക്കറിയാം, ആലുകളുടെ വലിയ വേരുകൾ ഈ കോൺക്രീറ്റിനകത്തേക്ക് കയറിയാൽ ആ ഭാഗത്ത് വിള്ളലുണ്ടാകും. ഈ വിള്ളലുകൾ ഒരിക്കലും പിന്നീട് യോജിക്കാറില്ല. നമ്മുടെ പാലം ഒരു പരിധി കഴിയുമ്പോൾ അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് വലിയ ദുരന്തങ്ങൾക്കും കാരണമാകാം. അപ്പോൾ അത്തരം ഒരു ദുരന്തത്തെ കണ്ടിട്ടും നമ്മളതിനെ പരിഗണിക്കാതെ പോയാൽ ചിലപ്പോൾ നമ്മൾ കാരണത്താൽ ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ലതാ പാലത്തിൻ്റെ തൂണുകളിൽ നിൽക്കുന്ന ആലുകൾ. പലപ്പോഴും അത് വെട്ടി നീക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മുളച്ചു വരുന്ന ആ തളിപ്പുകൾ, അതിൻ്റെ ആ ശിഖരങ്ങൾ വെട്ടി മാറ്റുന്നതല്ലാതെ ആ വേരുകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം വളരെ യാത്രാ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ഇത്തരം ചെറിയ സമയത്ത് തന്നെ ഗൗരവത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് അത് വഴിവെക്കും എന്നുള്ളത് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. മൂവാറ്റുപുഴയാറിന് കുറുകെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആദ്യ കോൺക്രീറ്റ് പാലം പൂർത്തിയാക്കി 1914 തന്നെയാണ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ തൊടുപുഴയാറിന് കുറുകെ ലതാ പാലം നിർമ്മിച്ചത്. ചെങ്കോട്ടക്കാരനായ NKS മുത്തുസ്വാമി കരയാളരായിരുന്നു പാലത്തിന്റെ കോൺട്രാക്ടർ. ഇന്ന് കാണുന്ന കോൺക്രീറ്റ് പാലത്തിന് മുൻപ് ഒരു മരപ്പാലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൽത്തൂണുകൾക്ക് മുകളിൽ ഇരുമ്പുകൊണ്ട് ചട്ടം തീർത്ത് അതിൽ മരപ്പലകകൾ പാകി നിർമ്മിച്ച പാലമായിരുന്നു അത്. മരപ്പലകകളും ഇരുമ്പ് ചട്ടവും ദ്രവിച്ച പാലം ഗതാഗത യോഗ്യമല്ലാതായതിനെ തുടർന്ന് 1965 കോൺക്രീറ്റ് ചെയ്ത പാലത്തെ ബലപ്പെടുത്തുകയായിരുന്നു. കരിങ്കൽ തൂണുകൾ പഴയതു തന്നെ നിലനിർത്തി. ആ തൂണുകളിലാണ് ആൽമരങ്ങൾ വേരുകളാഴ്ത്തി തഴച്ചു വളരുന്നത്. ഇതുമൂലമുണ്ടാകുന്ന അപകടത്തെ പല കോണുകളിൽ നിന്ന് അധികൃതരെ ബോധ്യപ്പെടുത്തിയെങ്കിലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്ന മട്ടിലാണ് അധികൃതർ. വെട്ടിമാറ്റിയാലും വേരുകൾ പാലത്തിന്റെ തൂണുകളിൽ ബലക്ഷയമുണ്ടാക്കും. മൂവാറ്റുപുഴ ത്രിവേണി സംഗമത്തിന് മുകളിൽ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ അപകടാവസ്ഥയെ വേരോടെ പിടിതുമാറ്റുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ജനം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാംസ് ഇൻ എക്കണോമിക്സ്, ഹിന്ദി, മലയാളം, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാമിംഗ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് BCom. Nirmala College, Muvatupuzha, Ernakulam. An inspiring journey into the future.